ദൈവസന്നിധിയിൽ ഇരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ കൂടെ ചേർത്ത് വായിക്കുന്നു. ഫിലദൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. യോഹന്നാൻ 14:6 യേശു പറയുന്നു, ഞാൻ വഴിയാകുന്നു. വെളിപ്പാട് 3:7-8 വാക്യങ്ങളിൽ അവൻ വാതിലാകുന്നു. ഇന്ന് രാത്രിയിൽ 2 ദൈവശബ്ദങ്ങളാണ് ഈ കൺവെൻഷനിൽ ബഹുമാനരായ അനുഗ്രഹീതരായ ദൈവജനത്തിന് പരിശുദ്ധാത്മാവിനെ കൈമാറുവാനുള്ളത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വേ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഡോർ. യേശു വഴിയാകുന്നു, യേശു വാതിലാകുന്നു. എല്ലാവരും ശബ്ദമുയർത്തി പറയുക, യേശു വഴിയാകുന്നു, യേശു വാതിലാകുന്നു. വീട്ടിൽ പറയുന്നത് പോലെ പറയുക, യേശു വഴിയാകുന്നു, യേശു വാതിലാകുന്നു. ഈ ലോകത്തിൽ അനേക വഴികളുണ്ട്, ഈ ലോകത്തിൽ പല വഴികളുണ്ട്. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 14:12 ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പോയ വഴികളല്ല ഇനി നമുക്ക് പോകുവാനുള്ള വഴികൾ. ദൈവം നമുക്ക് തുറന്ന വഴികളല്ല, ഇനി അവൻ നമുക്ക് തുറക്കുവാൻ പോകുന്ന വഴികൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ പല വഴികളുണ്ട്. എന്നാൽ ഈ വഴികളെല്ലാം തുറക്കപ്പെടുന്നത് ഏക വഴിയാകുന്ന ക്രിസ്തുവിലൂടെയാണ്. ഒരു വഴി ഒരു മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ തന്നെ. എനിക്ക് ചൊവ്വായി തോന്നുന്ന വഴികൾ എല്ലാം നല്ല വഴികളാകണം എന്നില്ല. എനിക്ക് സ്വന്തം ബുദ്ധിയിൽ തോന്നുന്ന വഴികളെല്ലാം എൻ്റെ അനുഗ്രഹ കാരണമായി തീരണം എന്നില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് 27-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചത്, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഇതാ ആ ഭക്തൻ പ്രാർത്ഥിക്കുന്നു, ആ ദൈവ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, ഞാൻ പോകേണ്ടുന്ന പാതയിൽ മാത്രമേ എന്നെ നടത്താവേ. ഈ പ്രാർത്ഥനയുടെ മറുപടി 27-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടത് 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിലാണ്. ദൈവം ആ മനുഷ്യനോട് പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇന്ന് രാത്രി കൈകളൊന്ന് ഉയർത്തി ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ മൗനമായി ഊമയായിരിക്കുന്നൊരു ദൈവത്തോടല്ല നീ അത് ചോദിച്ചത്, അനങ്ങാപ്പാറയായിരിക്കുന്നൊരു ദൈവത്തോടല്ല നീ അത് ചോദിച്ചത്, ഒരു ശില്പത്തോടല്ല നീ അത് ചോദിച്ചത്. അധരങ്ങൾ തുറന്ന് സംസാരിക്കുന്ന, കണ്ണുകൾ കൊണ്ട് കാണുന്ന, കരം നീട്ടി തൊടുന്ന, എഴുന്നേറ്റ് നിന്ന് ന്യായം വിധിക്കുന്ന സർവശക്തനാകുന്ന ദൈവം പറയുന്നു, നീ എന്നോട് വഴി ചോദിച്ചെങ്കിൽ നീ പോകേണ്ട വഴി എന്റെ പക്കലുണ്ട്. നീ എന്നോട് വഴി ചോദിച്ചെങ്കിൽ നീ പോകേണ്ട റൂട്ട് എന്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണെന്ന് എനിക്കറിയാം. ഈ രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നിന്റെ ആയുസ്സിൽ നീ കണ്ടിട്ടില്ലാത്ത വഴികളെ തുറന്ന് നിന്നെ ഒരു അത്ഭുതമാക്കി തീർക്കാൻ
ചെയ്യാൻ നീ ആരാധിക്കുന്ന ദൈവത്തിന് ഇന്ന് രാത്രി കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകളെ തട്ടി ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞ്, എന്റെ ദൈവ ശിലയല്ല, എന്റെ ദൈവ ശില്പിയാണ്. ഹല്ലേലൂയ. എന്റെ ദൈവം വഴിയാണ്, എന്റെ ദൈവ സത്യമാണ്, എന്റെ ദൈവ ജീവനാണ്. നിന്റെ വഴി എന്നെ കാണിക്കണമേ. ഞാൻ പോകേണ്ടുന്ന പാതയിൽ മാത്രമേ എന്നെ വിടാവേ. ഈ പ്രാർത്ഥന ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയുകയാണ്, എൻ്റെ 2 കണ്ണും ഞാൻ നിന്റെ മേൽ വെച്ച്, ഞാൻ നിന്നെ ഉപദേശിച്ച്, നീ നടക്കേണ്ടുന്ന വഴിയിൽ നിനക്കാലോചന പറഞ്ഞു തന്ന്, ആലോചന പറഞ്ഞു തന്ന്. നിന്റെ വീട്ടിൽ വെള്ള ഉടുപ്പിട്ട് കവർ മേടിക്കാൻ വന്ന ആലോചനക്കാരനെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. ഇന്ന് രാത്രി നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരുവൻ. ഇത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൽ നിന്ന് ആലോചന കേട്ടിട്ടുള്ളവർ മാത്രം ആരാധിച്ചാൽ മതി. ആമേൻ. ദൈവത്തിൽ നിന്ന് ആലോചന കേട്ടിട്ടുള്ളവർ, ദൈവത്തിൽ നിന്ന് ആലോചന കേട്ടിട്ടുള്ളവർ, ദൈവം പറഞ്ഞ വഴിയിൽ നടക്കുന്നവർ, ദൈവ ശബ്ദം കേട്ടിട്ടുള്ളവർ, ദൈവം പറഞ്ഞ പാതയിൽ പോകുന്നവർ മാത്രം ഇന്ന് രാത്രി എല്ലാ അസൂയയുടെ ആത്മാവിനെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുകയാണ്. ഇത് ഈ മനുഷ്യന് മനസ്സിലായി. ദൈവം തമ്പുരാനോട് വഴി ചോദിച്ചാൽ വഴി പറഞ്ഞു തരുമെന്നും, ദൈവം തമ്പുരാനോട് വഴി ചോദിച്ചാൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമെന്നും ഈ മനുഷ്യന് മനസ്സിലായി. അതുകൊണ്ട് പൊതുവായി ഈ അഭിഷിക്തൻ സഭയോട്, സംഘത്തോട്, കൂട്ടത്തോട്, ജനത്തോട് 37-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ അറിയിക്കുകയാണ്, നിന്റെ വഴി യഹോവയിൽ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ അങ്ങ് ആശ്രയിക്കുക, അവൻ അതിനെ നിർവഹിക്കും. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഈ ദൈവം പറയുന്ന വഴിയിൽ ഞാൻ സഞ്ചരിക്കുന്നതും ഞാൻ തിരഞ്ഞെടുത്ത വഴിയിൽ ഞാൻ സഞ്ചരിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതിന്റെ വ്യത്യാസം 2 വാക്യത്തിലൂടെ ഞാൻ കാണിച്ചു തരാം. 2 വാക്യത്തിലൂടെ. ആസാഫ് സങ്കീർത്തനം എഴുതുമ്പോൾ 81-ാം സങ്കീർത്തനത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്ന വഴിയിൽ അവർ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ദൈവം പറഞ്ഞ റൂട്ടിലേക്ക് ഞാൻ കയറിയാൽ, ദൈവം പറഞ്ഞ വഴിയിലേക്ക് ഞാൻ യാത്ര ചെയ്താൽ എന്ത് സംഭവിക്കും? എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരിയുടെ നേരെ എൻ്റെ കൈ തിരിയുമായിരുന്നു. അവരെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. അവരുടെ ശുഭകാലം എന്നേക്ക് നിലനിൽക്കുമായിരുന്നു. മേൽത്തരം ഗോതമ്പ് കൊണ്ട് ഞാൻ പോഷിപ്പിക്കുമായിരുന്നു. പാറയിൽ നിന്നൊഴുകുന്ന തേൻ കൊണ്ട് ഞാൻ അവരെ തൃപ്തരാക്കുമായിരുന്നു. ആരും മിണ്ടുന്നില്ല. ദൈവവചനത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുകയില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. മോളെ, ഈ വാഗ്ദത്തം നീ കേട്ടോ? എന്റെ പ്രിയ ബ്രദറെ, എന്റെ പ്രിയ സിസ്റ്ററെ, നിങ്ങൾക്ക് വേദപുസ്തകത്തിലെ 66 പുസ്തകം അറിയാമെന്ന് എനിക്കറിയാം. നിങ്ങൾ വേദപുസ്തകം എഴുതിയ ആളാന്നിരിക്കട്ടെ, അങ്ങനെ ഇരിക്കുന്ന പലരും. നിങ്ങൾ അങ്ങനെ ഇരുന്നോ? നിങ്ങൾ ആ ബൈബിൾ എഴുതിയ ആള് അങ്ങനെ തന്നെ ഇരുന്നോ? എന്നാലും ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വഴിയിലോട്ട് നീ കയറിയാൽ ഇന്ന് രാത്രി അതിനകത്ത് ബ്ലെസ്സിംഗ് ഉണ്ട്. ദൈവം പറയുന്ന വഴിയിലേക്ക് നീ കയറിയാൽ നിന്റെ ശത്രുക്കളെ നീ കീഴടക്കണ്ട. നീ കയറുന്ന റൂട്ടിൽ അവൻ കീഴടക്കും. ഹല്ലേലൂയ.
ആമീൻ, നിലനിൽക്കുന്ന ഒരു ശുഭകാലം നിനക്കുണ്ടാകും. ഒരു സീസണൽ ബ്ലെസ്സിംഗ് അല്ല, ഒരു മന്ത്ലി ബ്ലെസ്സിംഗ് അല്ല, ഒരു ഇയർലി ബ്ലെസ്സിംഗ് അല്ല. നിന്റെ ആയുഷിന്റെ അവസാനം വരെ നിലനിൽക്കുന്ന ഒരു ശുഭകാലം ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവർ മാത്രം ആരാധിച്ചാൽ മതി. വേണ്ടാത്തവരെ വിട്ടേരെ. ആഗ്രഹിക്കുന്നവർ റിസീവ് ചെയ്താൽ മതി. കർത്താവേ, തലമുറ തലമുറയായി നിലനിൽക്കുന്ന ഒരു ശുഭകാലം, തലമുറ തലമുറയായി നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം എന്റെ ഭവനത്തിന് മേൽ ഉണ്ടാകട്ടെ. അവൻ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവൻ നിന്നെ പോഷിപ്പിക്കട്ടെ. പാറയിൽ നിന്ന് ഒഴുകുന്ന തേൻ കൊണ്ട് അവൻ നിനക്ക് തൃപ്തി തരട്ടെ. ഇതെല്ലാം എവിടെയാ? ഇതെല്ലാം എവിടെയാ? ദൈവം പറയുന്ന, ഞാൻ പ്രവേശിക്കുന്ന ആ വഴിയിൽ. ഇതൊന്നും ഞാൻ തേടി പോകല്ല. മേൽത്തരമായ ഗോതമ്പ് ഞാൻ അന്വേഷിക്കുകയല്ല. തേൻ കൊണ്ട് ഞാൻ തൃപ്തനാകുന്നത് ഞാൻ എവിടുന്നോ തേൻ ഒപ്പിച്ചോണ്ട് വരികയല്ല. എന്റെ ശത്രുക്കളെ കീഴടക്കാൻ ഞാൻ ഒരു എഫേർട്ടും എടുക്കുന്നില്ല. എന്റെ ശുഭകാലം നിലനിൽക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പൊടിക്കൈകൾ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ. അവൻ പറഞ്ഞ വഴിയിൽ ഞാൻ നിൽക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നു? അവൻ പറഞ്ഞ വഴിയിൽ, അവൻ എന്നോട് അരുളി ചെയ്ത വഴിയിൽ, അതിൽ നിൽക്കുന്നവരുടെ ശബ്ദം ഉയരട്ടെ. റാന്നി ന്യൂ ഇന്ത്യ ചർച്ചിൽ ആ വഴിയിൽ നിൽക്കുന്നവർ മാത്രം ആരാധിക്കട്ടെ. പിശാചിന്റെ വഴിയിൽ നിൽക്കുന്നവനല്ല, സ്വന്തം ബുദ്ധിയുടെ വഴി നിൽക്കുന്നവനല്ല, സെക്രട്ടറിയും കനാൻജിയും പറഞ്ഞ, കമ്മിറ്റിക്കാരൻ പറഞ്ഞ വഴി നിൽക്കുന്നവനല്ല, ദൈവം പറഞ്ഞ വഴിയിൽ നിൽക്കുന്നവൻ. ആ പദത്തിന്റെ ഗൗരവം ശ്രദ്ധിച്ചോ? അവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കും. ഈ നിലനിൽക്കുന്ന നിലവാരമുള്ള ഒരു അനുഗ്രഹം അന്വേഷിക്കുന്ന എത്ര പേരുണ്ട്? പ്രിൻസ് അച്ഛൻ്റെ ചർച്ച് പഴയ പോലെ അല്ലല്ലോ. ഈ കൺവെൻഷന് നല്ല പ്രസംഗകര് വന്ന് ഇവര് കേട്ട് ഇങ്ങനെ ആയതാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന് ഭയങ്കര എഫക്റ്റ് ആയിരുന്നല്ലോ ഇവർക്ക്. അത് പുറത്തുള്ളവരുണ്ടോ? ധാരാളം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാനിവിടെ വരുന്നത് എനിക്ക് മീറ്റിംഗ് ഇല്ലാഞ്ഞല്ല. ഞാനിപ്പോൾ പെന്തിക്കോസ്തുകാരുടെ കൺവെൻഷൻ അധികം പോകാറില്ല. ഒരുപാട് ജോലി ചെയ്യാനുണ്ട് എനിക്ക്. സ്തോത്രം. ഒത്തിരി ഞാനിവിടെ വന്നത് ഇത് റിസീവ് ചെയ്യുന്ന ഒരു ചർച്ച ആയതുകൊണ്ടാണ്. സ്തോത്രം. ഇവിടെ ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെടാനുണ്ട്. ഈ സഭ വളരാനുണ്ട്. ദൈവമക്കളെ, ഞാനൊരു സത്യം പറയട്ടെ. ശുഭകാലം നിലനിൽക്കാനും മേൽത്തരമായ ഗോതമ്പിനും പാറയിൽ നിന്ന് ഒഴുകുന്ന തേനിനും ശത്രുവിനെ കീഴടക്കാനും നമ്മുടെ കയ്യിൽ എന്തെല്ലാം പരിപാടികളാ അല്ലേ? അയ്യോ, അതിനുവേണ്ടി എന്തെല്ലാം പദ്ധതികളാ ഒരുക്കിയിരിക്കുന്നേ. അതിനുവേണ്ടി സ്പെഷ്യൽ ആൾക്കാരെ എവിടെ നിന്നെല്ലാമാ കൊണ്ടുവരുന്നേ. തമ്പുരാൻ പറയുന്നത്, ഒന്നും വേണ്ട, നീ എൻ്റെ വഴി നിന്നാ മതി. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്, ഒന്നും വേണ്ട, നീ എൻ്റെ വഴി നിന്നാ മതി. നിന്റെ കാര്യം ഞാൻ നോക്കും. നിന്റെ അവസ്ഥകൾക്ക് ഞാൻ വ്യത്യാസം വരുത്തും. നിന്റെ തലമുറകളെ ഞാൻ മാനിക്കും. നിന്റെ ശുശ്രൂഷയെ ഞാൻ അഭിവൃദ്ധിപ്പെടുത്തും. നിന്നോട് പോരാടുന്നവരെ ഞാൻ കീഴടക്കും. ഈ യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം പറയുന്നൊരു വാഗ്ദത്തമുണ്ട്. എൻ്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിനക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് നന്നായിരിക്കേണ്ടതിന്, നിങ്ങളെപ്പോഴും ബ്ലെസ്ഡ് ആയിട്ടിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിങ്ങൾ നടപ്പീൻ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ പോകേണ്ട വഴിയുണ്ട്, പോകണ്ടാത്ത വഴിയുണ്ട്. വഴി അറിയാവുന്നവനോട് വഴി ചോദിച്ചാൽ ഒരു വഴിയിലൂടെ പോകത്തുള്ളൂ. വഴി അറിയാത്തവനോട് വഴി ചോദിച്ചാൽ പല വഴിയിലൂടെ പോകേണ്ടി വരും. പിന്നൊരു വഴിയാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വഴി അറിയാവുന്നവനോട് വഴി ചോദിക്കണം. അതുകൊണ്ട് സകല നന്മയുടെയും സകല അനുഗ്രഹത്തിൻ്റെയും നിത്യജീവന്റെയും സകല നന്മയുടെയും വഴിയായ ക്രിസ്തു പറയുന്നു, ഐ ആം ദ വേ.
ഞാൻ വഴിയാകുന്നു. ആ റൂട്ട് ഒരു റോങ് റൂട്ട് അല്ല, ആ റൂട്ട് ഒരു റൈറ്റ് റൂട്ടാണ്. അതൊരു കൃത്യമായ വഴിയാണ്. ആ വഴിയെടുത്തവനാരും കുടുങ്ങിപ്പോയിട്ടില്ല, ആ വഴിയെടുത്തവനാരും പരാജയപ്പെട്ടിട്ടില്ല, ആ വഴിയെടുത്തവനാരും തകർന്നു പോയിട്ടില്ല, ആ വഴിയെടുത്തവനാരും നിന്ദാപാത്രമായിട്ടില്ല. ആ വഴിയെടുത്തവൻ പരിഹാസം കേട്ടെങ്കിലും മാനിക്കപ്പെട്ടു. ആ വഴിയെടുത്തവന് ദുഃഖവും ദാരിദ്ര്യവും ഉണ്ടായിരുന്നെങ്കിലും അവന്റെ തലമുറകളെ സമൃദ്ധി കൊണ്ട് ദൈവം നിറച്ചു. ആ വഴിയെടുത്തവന്റെ എല്ലാം ജീവിതത്തിൽ ദൈവം നന്മകളെ പകർന്നു. അത് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിനകത്തുണ്ടെങ്കിൽ അവർ ദൈവത്തിന് നന്ദി പറ. നാം എടുക്കേണ്ട വഴിയുണ്ട്, എടുക്കരുതാത്ത വഴിയുണ്ട്. ഈ യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒറ്റ അധ്യായമേ ഉള്ളതുകൊണ്ട് അതിന്റെ 11ാമത്തെ വാക്യത്തിൽ യൂദ പറയുന്നുണ്ട്, അവർക്കയ്യോ കഷ്ടം, അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്തു. അപ്പോ റാന്നി ദൈവമക്കൾ, റാന്നി ദൈവസഭ ശ്രദ്ധിച്ചു കേൾക്കണം. യൂദായുടെ ലേഖനത്തിൽ സമയപരിമിതികൾ കൊണ്ടാണ് അത് മാത്രം എടുത്തത്. പോകരുതാത്ത, എടുക്കരുതാത്ത 3 വഴികൾ. ആ വഴി എടുക്കല്ല, ആ റൂട്ടിലോട്ട് പോകരുത്. അത് നമുക്കുള്ള റൂട്ടല്ല. 1, കൈയിന്റെ വഴി എടുക്കരുത്. 2, കോരഹിന്റെ വഴി എടുക്കരുത്. 3, ബിലെയാമിന്റെ വഴി എടുക്കരുത്. ഈ 3 വഴിയിൽ കേറുന്നവർക്ക് അപ്പോസ്തലൻ പറയുന്നു, അയ്യോ കഷ്ടം. ജീസസ്. അതിലെന്താണ് കൈയിന്റെ വഴി? വേദപുസ്തകത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം വായിക്കാൻ നേരെയില്ലാത്തതുകൊണ്ട് അല്ലെ റെഫറൻസ് ഞാൻ പറഞ്ഞു പോയനെ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നാം വരുമ്പോൾ ഹബേലും കയീനും, എന്തുകൊണ്ടാണ് കയീൻ ഹാബേലിനെ കൊന്നത്? വാട്ട് ഈസ് ദ റീസൺ? അപ്പൊ കയീൻ എടുത്ത വഴിക്ക് റാന്നി, മന്ദമരുതി, എരുമേലി, ഏലപ്പാറ എന്ന് എഴുതി വെച്ചിരിക്കുന്ന പോലെ കയീൻ എടുത്ത വഴിക്ക് പച്ച കളറിൽ വെള്ള അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അസൂയ. ആ റോഡിന്റെ പേരെന്താണ്? അതുള്ളവരൊക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കണ്ടോ, അതുള്ളവർ ഇവിടെ ഉണ്ട്. അല്ല, അവര് അതോ അറിയാൻ മേലാത്തോണ്ട് നമ്മളങ്ങനെ പറയാൻ പാടില്ല. അറിയാൻ മേലാത്തോണ്ട് ഒരു ഹല്ലേലൂയ ഒരാൾ പറഞ്ഞു പോയതാ. എല്ലാവർക്കും ഉണ്ട്. അതില്ലാത്ത ആരുണ്ട് ഇവിടെ? അസൂയയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ അസൂയയുടെ വഴി എടുക്കരുതെന്ന് പറയുന്നതിനകത്തെ അപകടം എന്താന്ന് തിരിച്ചറിയണം. ദൈവം മനുഷ്യന് നല്ല വികാരങ്ങൾ കൊടുത്തിരിക്കുന്നു. ദേഷ്യപ്പെടാനുള്ള വികാരം. ദേഷ്യമുള്ള എത്ര പേരുണ്ട്? ദേഷ്യം വരുന്നവർ എത്ര പേരുണ്ട്? അവരുടെ കൈ എനിക്കൊന്ന് കാണാം. എനിക്ക് ദേഷ്യം വരാറുണ്ട്. ചിരി വരുന്ന എത്ര പേരുണ്ട്? അവരുടെ കൈ ഒന്ന് ഉയർത്തി. ചിരി വരുന്നവർ, ചിരിക്കുന്നവർ. ദേഷ്യം, ചിരി വരിക, കരച്ചിൽ വരുന്ന എത്ര പേരുണ്ട്? കരയുന്ന എത്ര പേരുണ്ട്? കരയുക. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒത്തിരി നല്ല വികാരങ്ങളുണ്ട്. ഒത്തിരി നല്ല വികാരങ്ങളുണ്ട്. പക്ഷെ അതൊന്നും തിന്മയ്ക്കായി ഉപയോഗിക്കാനല്ല. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ദേഷ്യം എന്ന വികാരം ഭാര്യയെ എടുത്തിട്ട് അടിക്കാനും, നാട്ടുകാരോട് വഴക്കുണ്ടാക്കാനും, പ്രശ്നക്കാരനായി മാറാനും, അവസാനം നിന്നെ പോലീസ് പിടിച്ചുകൊണ്ടു പോകാനും അല്ല. നിന്റെ മക്കളെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്താൻ. ആ ദേഷ്യത്തെ തിന്മയ്ക്കെതിരെ പോരാടാൻ, തിന്മകൾക്കെതിരെ പോരാടാനാണ് ദൈവം ആ ദേഷ്യം തന്നിരിക്കുന്നത്. അല്ലാതെ ആ ദേഷ്യം കൊണ്ട് ഒരു തിന്മ ഉണ്ടാക്കാനല്ല. അപ്പൊ ദേഷ്യം എന്ന വികാരം ഒരു നല്ല വികാരമാണ്. മനുഷ്യന് തലമുറകൾക്കായി, തലമുറയായി അനുഗ്രഹിക്കപ്പെടാൻ മനുഷ്യന് സെക്ഷുവൽ ഇൻട്രസ്റ്റ് ദൈവം കൊടുത്തിരിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ്? ജനറേഷൻസിന് വേണ്ടി, തലമുറയായി നിലനിൽക്കാൻ വേണ്ടി
അല്ലാതെ നിനക്ക് വ്യഭിചാരം ചെയ്യാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. ഇതുപോലെ അസൂയ എന്ന ഒരു ചെറിയ സാധനം എല്ലാ മനുഷ്യനും ദൈവം കൊടുത്തിട്ടുണ്ട്. അതില്ലാത്ത ആരുമില്ല. അത് എന്തിനാണെന്നറിയോ? കുറച്ചുകൂടെ നിങ്ങൾ മെച്ചമാകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വരുന്നത്, ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനേക്കാൾ നന്നായിട്ട് എനിക്ക് പഠിക്കണമെന്ന തോന്നൽ വരുന്നത് നീ നന്നായി പഠിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ അവൻ നന്നായി പഠിച്ചു കഴിഞ്ഞ് നല്ല പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് മേടിച്ച് പുറത്തിറങ്ങുമ്പോ നിനക്കത് പറ്റാത്തത് കൊണ്ട് അസൂയ മോന്തിട്ട് അവൻ കോപ്പി അടിച്ചാ ജയിച്ച എനിക്കറിയത്തില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. താങ്ക് യു ലോർഡ് ജീസസ്. കൈനെ, നിന്റെ അകത്തുണ്ടായിരുന്ന അസൂയ നിന്റെ സഹോദരനെ തകർക്കുന്നതിന് കാരണമായി. പ്രിൻസ് തോമസ് പാസ്റ്റർ നന്നായി പ്രസംഗിക്കുന്നു, ദൈവവചനം പറയുന്നു. മറ്റുള്ളവരുടെ ശുശ്രൂഷയിൽ നമുക്ക് ഈ റാന്നിയിൽ ഒട്ടും ഇല്ലാത്ത, കേരളക്കരയിൽ ഇല്ലാത്ത അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മുടെ കേരളത്തിന്. മറ്റുള്ളവരുടെ ശുശ്രൂഷയിൽ അവർക്ക് അസൂയയില്ല. അതെന്നാന്ന് അറിഞ്ഞൂടാ. അല്ലേ പാസ്റ്റർ? കറക്റ്റ് അല്ലയോ? ഇന്ന് ഞാൻ തെറ്റായിട്ട് പറഞ്ഞൊരു ദൂതുണ്ടേ അതേ ഉള്ളൂ. ഒരാൾ നന്നായി പ്രസംഗിക്കുന്നു, പ്രവചിക്കുന്നു, അദ്ദേഹത്തിന്റെ സഭയിൽ കൂടുതൽ ആൾക്കാർ വരുന്നു. അയ്യോ, നമ്മുടെ അകത്തൊരു വെപ്രാളം. ഞാനൊരു കാര്യം പറയട്ടെ, ആ വെപ്രാളത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആ വെപ്രാളം നീ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും കുറച്ചുകൂടെ പ്രയോജനപ്പെടാനും ആയി തീർന്നാൽ അത് നല്ലതാണ്. അല്ലാതെ അവന്റെ മേളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ബോഷ്കാന്ന് പറയാനും അവനിട്ട് ഫേസ്ബുക്കിൽ എഴുതാനും അവനെ ഒതുക്കാനും അവനിട്ട് പാര പണിയാനും നീ ഇറങ്ങുന്നത് കൈയിന്റെ വഴിയാണ്. കൈയിന്റെ വഴി, കൈയിന്റെ വഴി. ബൈബിൾ പറയുന്നു, കൈയിന്റെ വഴി എടുക്കരുത്. മറ്റൊരുത്തനെ തകർക്കാൻ അസൂയ കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന വഴി അവർക്കയ്യോ കഷ്ടം. രണ്ടാമത്, കോരഹിന്റെ വഴി എടുക്കരുത്. പക്ഷേ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വായിക്കാമെങ്കിൽ പറയാം. കോരഹിന്റെ വഴിയുടെ പ്രത്യേകത എന്താ? സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ, അതിന്റെ 2, 3, 4 വാക്യങ്ങൾ ബൈബിൾ വായിക്കുന്ന ഈ ചർച്ചിലുള്ളവർ അവർക്കൊരു അവസരം തരികയാണ്. ഇനി അങ്ങോട്ട് സമയപരിമിതി കൊണ്ട് ഞാൻ പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഈ ഒരു അവസരം തരികയാണ്. പെട്ടെന്ന് വായിച്ചോ. സംഖ്യാപുസ്തകം 16, 1, 2, 3 വാക്യങ്ങൾ വേഗം വായിച്ചോ. ലേവിയുടെ മകനായ മോശയോട് മത്സരിച്ചു. മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടിയിട്ട് മതി എന്തോ മിനിസ്റ്റർ ചെയ്തത് മതി. പിന്നെ നിങ്ങൾ മാത്രമല്ല ഉപദേശി, നിങ്ങൾ മാത്രമല്ല പാസ്റ്റർ, ഞങ്ങളും വിശുദ്ധരാ. അടുത്ത ഞങ്ങളുടെ മധ്യ യഹോവയുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ സ്വയം പ്രശംസയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങളെ തന്നെ നിങ്ങൾ ഉയർത്തുകയാണ്, നിങ്ങളെ തന്നെ നിങ്ങൾ പൊക്കുകയാണ്. മോശയ്ക്കാണ്. ജോഷുവ യുദ്ധം ചെയ്ത് ജയിച്ചാലും മോശയ്ക്കാണ് ക്രെഡിറ്റ്. എല്ലാ കാര്യത്തിലും മോശയ്ക്കാണ് ക്രെഡിറ്റ്. മോശ, നീ ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കണ്ട, ഞങ്ങൾക്ക് അങ്ങോട്ട് സഹിക്കാൻ വയ്യ. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെ ഒരു ടീം ഉണ്ടായി. ആ ടീമിന്റെ ലീഡറിന്റെ പേരാണ് കോരഹ്. മോശയ്ക്കും ദൈവപുരുഷനും വിരോധമായി സംസാരിച്ച കോരഹ്. എന്തുകൊണ്ടാണ് യൂദായുടെ ലേഖനത്തിൽ യൂദ കോരഹിന്റെ വഴി എടുക്കരുതെന്ന് പറഞ്ഞത്? അധികാരത്തോട് നീ മത്സരിക്കരുത്, അധികാരികൾക്കെതിരെ നീ വിരൽ ചൂണ്ടരുത്, വിധേയപ്പെടേണ്ടിടത്ത് നീ വിധേയപ്പെടുക എന്ന സത്യത്തെ എന്തുകൊണ്ടാണ് യൂദ പറഞ്ഞത്? അതിന്റെ കാരണം സംഖ്യാപുസ്തകത്തിൽ ഇപ്പൊ വായിച്ച അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. വായിക്കാം. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം ചെയ്തു. എന്താ?
ഭൂമി വായ് പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചുവെന്ന് നിങ്ങൾ അറിയും. ഭൂമി വായ് പിളർന്ന് കോരകിനെയും അധികാരത്തിന് വിരോധമായി എഴുന്നേറ്റവനെയും വിഴുങ്ങിക്കളഞ്ഞു. ദൈവം ഒരു അപൂർവ കാര്യം ചെയ്തു. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, നീ അസൂയയുടെ വഴിയായ കൈയിന്റെ വഴി എടുക്കരുത്. നീ അധികാരത്തോട് മത്സരിക്കുന്ന കോരഹിന്റെ വഴിയിൽ യാത്ര ചെയ്യരുത്. ഇനി അതേ യൂദായുടെ ലേഖനത്തിൽ മറ്റൊരു വഴിയെ കുറിച്ച് പറയുന്നു. അത് ബിലയാമിന്റെ വഴിയാണ്. പറഞ്ഞേ, ബിലയാമിന്റെ വഴി. ബിലയാം ആരായിരുന്നു? ഫേക്ക് പ്രൊഫറ്റ്. ഹല്ലേലൂയ. ഫേക്ക് പ്രൊഫറ്റ്. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ ഈ ബിലയാം ആരെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്തൃദാസനെ അതുകൂടെ ഒന്ന് വായിച്ചോ. നേർവഴി വിട്ട് തെറ്റി ബയോരിന്റെ മകനായ ബിലയാമിന്റെ വഴി നടന്നു. അവർ അനീതിയുടെ കൂലു കൊതിച്ചുവെങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. ബുദ്ധിഭ്രമം സംഭവിച്ച പ്രവാചകൻ ബിലയാം. കർത്തൃ ശുശ്രൂഷയിൽ നിൽക്കുന്നവരെല്ലാം ഇത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. നീ ദൈവത്തിന്റെ വഴിയിൽ സഞ്ചരിക്കേണ്ടവനാണ്. നീ ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കേണ്ടവനാണ്. ഒരിക്കലും നീ ബുദ്ധിഭ്രമം സംഭവിച്ച പ്രവാചകനായി, പണക്കൊതിയനായി, ജഡത്തിൽ ആശ്രയിക്കുന്നവനാകരുത്. മാൻമേഡ് പ്രൊഫസിക്ക് വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ ഇറക്കി വിട്ടത്, ഗോഡ് മെയ്ഡ് പ്രൊഫസിക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. മാനുഷിക നിർമ്മിതമായ പ്രവചനങ്ങൾക്കല്ല നിന്റെ അധരത്തെ നീ ഉപയോഗിക്കേണ്ടത്, ദൈവത്തിന്റെ ശബ്ദമായി നീ നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ ശുശ്രൂഷയെ തമാശയായി കാണരുത്. കർത്താവിന്റെ ശുശ്രൂഷയെ കളിയായി കാണരുത്. ഇന്ന് രാത്രി നീ വെളിപ്പാട് കണ്ടാലേ വെളിപ്പാട് കണ്ടെന്ന് പറയാവൂ. നിനക്കൊരു പ്രവചനം കിട്ടിയാലേ കിട്ടിയെന്ന് പറയാവൂ. ദൈവം നിന്നോട് ഇടപെട്ടാലേ ഇടപെട്ടെന്ന് പറയാവൂ. യഹോവ അരുളി ചെയ്താലേ അരുളി ചെയ്തെന്ന് പറയാവൂ. ജീസസ്. മക്കളെ, സമയപരിമിതി കൊണ്ടാ പെട്ടെന്ന് എനിക്ക് എൻ്റെ പ്രധാനപ്പെട്ട ഈ മെസ്സേജിന്റെ ഭാഗങ്ങളിലേക്ക് വരണം. തൊഴുകയോടെ പറയാം, ദയവായി കയ്യിന്റെ വഴി എടുക്കല്ലേ. ഈ മനുഷ്യനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ വിശ്വസ്തനാണ്. ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അവനെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കാൻ വിശ്വസ്തനാണ്. അവനെ ഉയർത്തിയ ദൈവം നിന്നെ ഉയർത്താൻ വിശ്വസ്തനാണ്. നീ കൈയിന്റെ വഴി എടുക്കരുത്. അധികാരത്തോട് മത്സരിക്കുന്ന കോരകന്റെ വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കരുത്. പണക്കൊതി മൂത്ത് ബുദ്ധിഭ്രമം സംഭവിച്ച് കർത്താവിന്റെ വേലയെ ഉദാസീനമായി കണ്ടുകൊണ്ട് നീ ഭോഷ്കിന്റെ പ്രവാചകനായി, ഭോഷ്കിന്റെ ശുശ്രൂഷകനായി നീ തീരരുത്. നിനക്ക് ബുദ്ധിഭ്രമം സംഭവിക്കരുത്. നീ ദൈവത്തിന്റെ വഴിയിൽ നിന്റെ അവസാനത്തെ ഊർജ്ജശ്വാസം പോകുന്നത് വരെയും ദൈവ ശബ്ദമായി നീ നിൽക്കണം. കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാം. ഇനി ഇതിപ്പോ ദൈവം എടുക്കരുതെന്ന് പറഞ്ഞ വഴിയല്ലേ? ആണോ? ഇനി ചില സമയങ്ങളിൽ ദൈവം ചില വഴി എടുക്കാൻ പറയും. സ്തോത്രം. അടുത്തിരിക്കുന്ന അവൾ പറഞ്ഞ വഴി എടുക്കരുതെന്നും പറയും, ചില വഴി എടുക്കാനും പറയും. ഇത് രണ്ടും പറയും. ദൈവം ഇത് രണ്ടും പറയും. ഇത് രണ്ടും അനുഭവിച്ചിട്ടുള്ളവർ കൂടി ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ ഒരു നല്ല ഹല്ലേലിയ കേട്ടാൽ എനിക്കൊരു സന്തോഷമായിരുന്നു. അത് കുറച്ച് പേരെയുള്ളൂ, അതുകൊണ്ട് കുറച്ച് കാര്യമായിട്ട് പ്രസംഗിക്കാം. ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസഹാക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വഴി എടുക്കാൻ പോവുകയാണ്. ആ വഴി ഈജിപ്തിലേക്കുള്ള വഴിയാണ്. എന്തുകൊണ്ടാണ് ഇസഹാക്ക് ഈജിപ്തിലേക്കുള്ള വഴി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി. അപ്പോൾ സാഹചര്യത്തെ കണ്ടുകൊണ്ട്
അവസ്ഥകളെ കണ്ടുകൊണ്ട്, സിറ്റുവേഷനെ കണ്ടുകൊണ്ട് ഇസഹാക്ക് ഒരു റോങ് റൂട്ടിലോട്ട് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്, ട്രെയിൻ ടിക്കറ്റ് എടുക്കുകയാണ്, വണ്ടി സെറ്റാക്കുകയാണ്, പെട്ടി പാക്ക് ചെയ്യുകയാണ്. ഈ സമയത്ത് വേദപുസ്തകം വ്യക്തമാക്കുന്ന സത്യം ഇതാണ്: യഹോവ അവന് പ്രത്യക്ഷമായി. ഒരു ദൂതനെ അയക്കുകയല്ല, ഏതെങ്കിലും മനുഷ്യനെ വിടുകയല്ല, സാക്ഷാൽ ദൈവം തന്നെ അവന്റെ അടുത്ത് വന്നു. റോങ് റൂട്ടിലോട്ട് പോകാൻ തീരുമാനമെടുത്ത വാഗ്ദത്തമുള്ള ഇസഹാക്ക്, ഞാനൊരു സത്യമായ കാര്യം പറയാം. ചില വ്യക്തികൾ റോങ് റൂട്ടിലോട്ട് പോയി അടംബദിച്ചതിന്റെ കാരണം അവന്റെ മേളിൽ വാഗ്ദത്തങ്ങളില്ലാത്തത് കൊണ്ടാണ്. വാഗ്ദത്തങ്ങളുള്ളവൻ റോങ് റൂട്ടിലോട്ട് പോയാലും ദൈവം അവനെ തിരിച്ചു പിടിച്ചോണ്ട് വരും. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നു? യോനായെ, നിനക്ക് അധിക നേരം തർശീശിലേക്ക് സഞ്ചരിക്കാൻ കഴിയുകയില്ല. നിന്നെ ഞാൻ നിനവയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. നിനക്ക് റോങ് റൂട്ടിലോട്ട് പോകാൻ അധികം നാൾ കഴിയുകയില്ല. നിനക്ക് മിണ്ടാതിരിക്കാൻ അധികം നാൾ കഴിയുകയില്ല. നിനക്ക് ആരാധിക്കാതിരിക്കാൻ അധികം നാൾ കഴിയുകയില്ല. നിന്നെ വിളിച്ച ദൈവം നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ നിവർത്തിക്കേണ്ടതിന് അവൻ നിന്നെ തിരിച്ചു പിടിക്കും. അവൻ നിന്റെ പ്രാർത്ഥന തിരിച്ചു പിടിക്കും. അവൻ നിന്റെ ആരാധന തിരിച്ചു പിടിക്കും. അവൻ നിന്റെ ഭക്തി തിരിച്ചു പിടിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലതിനെ അവൻ വീണ്ടും ജീവിപ്പിക്കും. ഞാനൊരു ദൈവ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ റിലീസ് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. ഇസഹാക്ക് ഈജിപ്തിലോട്ട് പോകാൻ ഒരു റോങ് റൂട്ട് എടുക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നു: ഇസഹാക്കേ, അപ്പന്റെ കാലത്തുണ്ടായ ക്ഷാമം കണ്ടുകൊണ്ടാണ് നീ മിസ്രൈമിലേക്ക് പോകുന്നതെന്ന് എനിക്കറിയാം. സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടാണ് നീ പെട്ടി പാക്ക് ചെയ്തതെന്ന് എനിക്കറിയാം. നിന്റെ ചില സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടാണ് ഇന്ന് നീ ആരാധിക്കാതിരിക്കുന്നതെന്ന് എനിക്കറിയാം. നിന്റെ ചില സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടാണ് നീ സുവിശേഷ വേല അവസാനിപ്പിച്ചതെന്ന് എനിക്കറിയാം. നിന്റെ ചില സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടാണ് നീ ആ പ്രവർത്തനങ്ങൾ അവിടെ അവസാനിപ്പിച്ച് മറ്റൊരു റൂട്ട് എടുക്കാൻ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ സാഹചര്യങ്ങളുടെ ദൈവമല്ല. ഞാൻ ഏതു സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുന്ന ദൈവമാണ്. ഞാൻ ഏതു സാഹചര്യങ്ങളെയും തിരിക്കുന്ന ദൈവമാണ്. ഏതു സാഹചര്യത്തിലും ഞാൻ അനന്യനാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏതൊക്കെയോ വ്യക്തികളോട് ദൈവാത്മ പറയുന്നു: നിന്റെ സാഹചര്യം എന്തുമാകട്ടെ, നിന്റെ അവസ്ഥ ഏതുമാകട്ടെ, ഏതു സാഹചര്യത്തിന്റെ നടുവിലും നിന്നെ ഒരു അത്ഭുതമാക്കാൻ, നിന്നെ ഒരു അനുഗ്രഹമാക്കാൻ, നിന്നെ ഒരു ജയമാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി നന്ദി പറ. At any circumstances, at any situation, എരിയുന്ന തീച്ചൂളയുടെ നടുവിലും എനിക്ക് അത്ഭുതത്തെ ചെയ്യാൻ കഴിയും. സിംഹത്തിന്റെ കുഴിയുടെ മധ്യയിലും എനിക്ക് അതിന്റെ വായ അടയ്ക്കാൻ കഴിയും. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഗോലിയാത്തുമാരുടെ മുൻപിലും എനിക്ക് അത്ഭുതത്തെ ചെയ്യാൻ കഴിയും. നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ഫെലിസ്ത്യന്മാരുടെ ഇടയിലും എനിക്ക് നിന്നെ അത്ഭുതമാക്കാൻ കഴിയും. ഇന്ന് രാത്രി ഏതൊക്കെയോ വ്യക്തികളോട്, ആരാധിക്കുന്ന കുടുംബങ്ങളോട്, വിശ്വസിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുന്നു: സാഹചര്യങ്ങളെ നീ വിശ്വസിക്കണ്ട, നിന്റെ അവസ്ഥകളെ നീ വിശ്വസിക്കേണ്ട. ഇന്ന് രാത്രി നിന്നെ വിളിച്ചവൻ അവൻ ഉണ്മയുള്ളവൻ. ഇന്ന് രാത്രി നിന്നെ വിളിച്ചവൻ വിശ്വസ്തനായവൻ. നിന്നെ വിളിച്ചവൻ കരമുള്ളവരത് അടിച്ച് ദൈവത്തെ ആരാധിച്ച്. ആ മുകളിലുള്ളവർ ഇന്ന് രാത്രി നീ നാടകം കാണാൻ വന്നതല്ല, നീ സർക്കസ് കൂടാരത്തിൽ വന്നതല്ല. ഇന്ന് രാത്രിയിൽ നീ ദൈവസഭയിലാണ്. കരങ്ങൾ അടിച്ച് അതരം തുറന്ന് ശബ്ദമുയർത്തി അസാധാരണമായ ദൈവശക്തി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ സാഹചര്യങ്ങൾക്കും മീതെ, എല്ലാ പ്രതിസന്ധികൾക്കും മീതെ ഇന്ന് രാത്രി പറന്നുയരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി.
ഇസഹാക്കേ, നിന്റെ അപ്പന്റെ കാലത്ത് നിന്റെ അപ്പൻ കണ്ട പലതും ചിലപ്പോൾ നീ കാണേണ്ടി വരും. നിന്റെ പിതാവ് കണ്ട പലതും നീ കാണേണ്ടി വരും. നിന്റെ അപ്പൻ ക്ഷാമം കണ്ടു, നീയും ക്ഷാമം കണ്ടു. നിന്റെ പിതാവിന്റെ ഭാര്യ സാറയും പിടിച്ചോണ്ട് പോയി, അത് സഹോദരിയാന്ന് പറയേണ്ടി വന്നു. നിന്റെ ഭാര്യ റിബേക്കയും പിടിച്ചോണ്ട് പോവും, സഹോദരിയാന്ന് പറയേണ്ടി വരും. പക്ഷേ നിന്റെ അപ്പന്റെ ദൈവമാടാ ഞാൻ നിന്റെയും ദൈവ. ഇന്ന് രാത്രി എന്റെ പിതാക്കന്മാരെ എന്റെ പിതാക്കന്മാരെ അത്ഭുതകരമായി നടത്തിയ ദൈവം, എന്റെ പിതാക്കന്മാരെ അതിശയകരമായി നടത്തിയ ദൈവം, എന്റെ പിതാക്കന്മാർക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി കൂടെ ഇരുന്ന ദൈവം, ഇന്ന് രാത്രിയിൽ ആ ദൈവം എന്റെ ദൈവം. സത്യമായിട്ടും കർത്താവിന്റെ അഭിഷിക്തൻ പാസ്റ്റർ പ്രിൻസ്, എൻ്റെ പ്രിയ സഹോദര, ഞാൻ ഈ ചർച്ചിലേക്ക് കയറി വരുമ്പോൾ ഞാൻ കുറച്ചു നേരം കർത്താവിന്റെ ദാസന്റെ ഭവനത്തിനകത്ത് ഒരു 10 മിനിറ്റ് ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നേ. ഞാൻ ഈ ചർച്ചിലോട്ട് കയറി വരുമ്പോൾ ഈ കസേരയിൽ ഈ ദൈവപുരുഷൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തുണ്ടത്തിലെ അപ്പച്ചനെ ഓർക്കുകയാണ്. അന്ന് ഈ ചർച്ചിന് ഇതുപോലത്തെ സ്ട്രക്ചറുകളൊന്നുമില്ല. ഇത് സിമെന്റ് മാത്രം പൂശി ചെറിയ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അതിന്റെ നടുവിൽ വലിയ ഉപവാസ പ്രാർത്ഥനകൾ നടക്കുകയാണ്. നിരന്തരമായി ഞാനിവിടെ ശുശ്രൂഷിക്കാൻ വരുമായിരുന്നു. ആ ശുശ്രൂഷകൾ കഴിഞ്ഞിട്ട് 2:30 മണി 3 മണിയാകും മീറ്റിംഗ് കഴിയുമ്പോൾ. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ അവിടെ ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്. അവിടെ ഞാൻ ചെന്നിരിക്കുമ്പോൾ എന്നോട് ചോദിക്കും, മോനെ ദൂത് വല്ലതും ഉണ്ടോ? ഞാൻ പറയാം, അപ്പച്ചാ പ്രത്യേകിച്ച് ദൂതൊന്നുമില്ല, പറഞ്ഞാൽ തീർന്നു, എന്നാ വാ പ്രാർത്ഥിക്കാം. ആ റൂമിനകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കും, അപ്പുറത്തെ റൂമിൽ വിശ്രമിക്കും. എപ്പോഴും പ്രാർത്ഥിക്കുന്ന തലനരച്ച പിതാവിനെ, വെള്ളയിട്ടിരിക്കുന്ന പിതാവിനെ ഞാൻ വർഷങ്ങളായി ഇവിടെ കണ്ടു. ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുമ്പോൾ ഇന്ന് ആ കസേരയിൽ അദ്ദേഹത്തിന്റെ തലമുറ അതുപോലെ ഇരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാനൊരു സത്യം പറയാം, എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയാൻ, എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയാൻ ഇന്ന് രാത്രി ചിലതിനെ ഒരുക്കുകയാണ്. നിന്റെ തലമുറയെ ദൈവം ഉപയോഗിക്കും. ഞാൻ ആരോടോ പ്രവചിക്കുകയാണ്, വേണ്ടാത്തവർക്ക് വേണ്ട, നിന്റെ തലമുറകളെ ദൈവം ഉപയോഗിക്കും. നിന്റെ തലമുറകളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഈ ചർച്ചിൽ എവിടെങ്കിലും ഇരുന്നെ കേൾക്കുന്നെങ്കിൽ അവർ ശബ്ദം ഉയർത്തി സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ ഇന്ന് രാത്രി ആരാധിച്ചാണ്. Thank you, Lord Jesus. നിങ്ങൾക്കറിയാവോ, 2001, 2002, 2003 കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ശുശ്രൂഷിക്കാൻ വരുമ്പോൾ ജനങ്ങൾ കൂട്ടമായ ആത്മവിവശതയിലേക്ക് പോകും. മിണ്ടുന്നില്ല. ജനങ്ങൾ കൂട്ടമായ ആത്മവിവശതയിലേക്ക് പോകും. തുണ്ടത്തിൽ അപ്പച്ചൻ എഴുന്നേറ്റ് കൈ വീശുമ്പോൾ കൂട്ടമായ ജനം താഴെ വീഴും, ഭൂതങ്ങൾ ഇളകും, രോഗികൾ സൗഖ്യമാകും. ഇന്ന് രാത്രിയിൽ ഞാൻ നിൽക്കുന്നത് ആ പ്ലാറ്റ്ഫോമിലാണെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. നിൽക്കുന്നത് ആ പ്ലാറ്റ്ഫോമിലാണെന്ന് ഉറപ്പ് എനിക്കുണ്ട്. ഇത് നീ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോം അല്ല, ആ അഭിഷിക്തൻ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമാ. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി Thank you, Holy Spirit of the Lord. ഇസഹാക്കേ, നീ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് തെറ്റായ വഴിയെടുക്കരുത്. ഒരു വേർഡ് പറയാനാ ഞാൻ ഇത്രയും പറഞ്ഞേ. നിന്റെ പിതാവായ അബ്രഹാമിനോട് സത്യം ചെയ്തതിനെ ഞാൻ നിവർത്തിക്കും എന്ന് പറഞ്ഞ എന്താ? ഇസഹാക്കേ, ഞാൻ നിനക്ക് കുറച്ച് പുതിയ വാഗ്ദത്തം തരാൻ പോവല്ല. നിന്റെ മേളിൽ ഒരുപാട് വാഗ്ദത്തങ്ങൾ പെൻഡിങ് ആണ്. നിന്റെ അപ്പനോട് ഞാൻ പറഞ്ഞ ഒത്തിരി പ്രോമിസുകൾ പെൻഡിങ് ആണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു വാക്ക് ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന നിലയിൽ റിലീസ് ചെയ്യാം. ഈ 2023 തീരുന്നതിന് മുൻപ് ഒത്തിരി പെൻഡിങ് പ്രോമിസുകൾ ഫുൾഫിൽ ആകും. നിന്റെ മേളിൽ ദൈവം പറഞ്ഞ ഒത്തിരി പെൻഡിങ് പ്രോമിസുകൾ
സഭയോട് പറഞ്ഞ പെൻഡിങ് പ്രോമിസുകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ്. റബകന നിറവേറാനുള്ള വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ, വെളിപ്പെടാനുള്ളത് വെളിപ്പെടട്ടെ. യഹോവേ, ആണ്ടുകൾ തീരും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ തീരും മുൻപേ, ആണ്ടുകൾ തീരും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഇസഹാക്കേ, നീ സാഹചര്യത്തെ കണ്ട് വറീഡാകല്ലേ. ഇത് ആരോടൊക്കെയോ ഉള്ള സന്ദേശമാണ്, ചില ദൈവപുരുഷന്മാരോടുള്ള ആലോചനയാണ്. ഇന്നത്തെ നിങ്ങളുടെ ശുശ്രൂഷകൾ, ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾ, ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥകൾ കണ്ട് ഇതല്ല, ഇവിടെ അല്ല ദൈവം എന്നെ വിളിച്ചത്, ഇതല്ല ദൈവം എന്നെ ഏൽപ്പിച്ചത്, ഒന്നും സംശയിക്കരുത്. നീ ആ വാഗ്ദത്തത്തിൽ നിൽക്ക്. നീ ഈജിപ്തിന്റെ റൂട്ട് എടുക്കരുത്. നിനക്കൊരു റഹബോത്ത് വരുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ഇതൊരു ദൈവ ശബ്ദമാണ്. 30, 60, 100 മേനിയുടെ ഒരു കൊയ്ത്ത് നിനക്ക് വരുന്നുണ്ട്. ഓ, ഇവർ പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് ദൈവം മറ്റൊരു റൂട്ടിനെ കുറിച്ച് പറയുന്നു. അത് അത്ഭുതകരമായ ഒരു സംഭവമാണ്, അത്ഭുതകരമായ ഒരു സംഭവം. യഹോവ മോശയോട് അരുളി ചെയ്യുന്നു, മോശേ, അവിടെ ഒരു വേർഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതെ പോകുന്നതാണേ. നിങ്ങൾ തിരിഞ്ഞ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു വേർഡ് കാണാൻ കഴിയുന്നോ? അങ്ങനെ ഒരു വാക്യം ഉണ്ടോ? നിങ്ങൾ തിരിഞ്ഞ്. പുറപ്പാട് 14, നിങ്ങൾ തിരിഞ്ഞ്. ഒന്നാമത്തെ വാക്യം, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ തിരിഞ്ഞ്. അവിടെ ഒന്നും നിൽക്കേണ്ട ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂ ടേൺ എടുക്കണം, നിങ്ങൾ തിരിയണം. എന്റെ ദൈവം തിരിവുകളുടെ ദൈവമാണ്. ആർക്കും മനസ്സിലായില്ലല്ലേ? എന്റെ ദൈവം തിരിവുകളുടെ ദൈവമാണ്. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. ഇന്നിവിടെ ഇരിക്കുന്ന ഏതൊരു മനുഷ്യനെയും ഞാൻ ഇവിടെ ഓഫറിങ്ങിന് ഒരു സഹോദരൻ പാടുന്ന കണ്ടു. വളരെ മനോഹരമായ മനുഷ്യൻ പാടി. എനിക്ക് ആ മനുഷ്യനെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ നിന്ന് എൻജോയ് ചെയ്യായിരുന്നു. ഇന്ന് അദ്ദേഹം ഇവിടെ വളരെ കൂളായിട്ട് നിന്ന് പാടി. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്, നാളെ ആ മനുഷ്യനെ ഈ മലയാളക്കരയുടെ അതിശക്തനായ ഒരു വർഷിപ്പ് ലീഡർ ആക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് തിരിക്കാൻ പറ്റുമോ? തിരിവുകൊണ്ടുവരാൻ പറ്റുമോ? ദൈവത്തിന് തിരിക്കാനും പറ്റും, തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ നിർത്താനും പറ്റും. അതുകൊണ്ട് ജോഷുവയുടെ ദൈവം പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോ, സൂര്യൻ അവിടെ നിൽക്കും. സൂര്യൻ അവിടെ നിന്നതിന്റെ കാരണം എന്താണെന്നറിയോ? സൂര്യൻ അവിടെ നിന്നതിന്റെ കാരണം ഭൂമി പിന്നെ കറങ്ങിയില്ല. ഭൂമി കറങ്ങാഞ്ഞത് കൊണ്ടാണ് ആ വെളിച്ചം അങ്ങനെ നിന്നത്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭൂമി പിന്നെ കറങ്ങിയില്ല. തിരിഞ്ഞോണ്ടിരുന്ന ഭൂമിയെ ദൈവത്തിന് നിർത്താനും പറ്റും. ആമേൻ. നേരെ പോയതിനെ ദൈവത്തിന് തിരിക്കാനും പറ്റും. ഇന്ന് രാത്രിയിൽ എന്റെ മൈ ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. അത് വിശ്വസിക്കുന്നവർ ഈ റാമിയിലുണ്ടോ? എന്റെ ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. എന്റെ ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. ഞാൻ പറയുന്നത് മാത്രം ചെയ്യുന്നവനല്ല ദൈവം. ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈബിളിലുണ്ടോ എന്ന് തപ്പി നോക്കുകയല്ല. ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. അത് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിച്ചേ. നിങ്ങൾ തിരിയുക. തിരിഞ്ഞിട്ട് പിഹാഹിരോത്തിനരികെ നിങ്ങൾ പാളയിറങ്ങണം. മിഗ്ദോൽ കടലിടുക്കിന്റെ സൈഡിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ? കർത്താവിന്റെ അഭിഷേകത്തിന് ഇത്രയും ദിവസം മിണ്ടാതിരുന്ന ദൈവം തമ്പുരാൻ ഈ ജനതയ്ക്ക് റൂട്ട് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, കുറച്ചു മുമ്പേ വഴിയുമായിട്ട് വന്നിരുന്നെങ്കിൽ ഇവർ ഈ മരുഭൂമിയിൽ ഉഴലുവോ? ഇവർ വഴിയറിയാതെ നടക്കുവോ? ഇല്ല.
ഇതുവരെ വഴി പറഞ്ഞു കൊടുക്കാത്ത ദൈവം ഇതാ വഴിയുമായിട്ട് റൂട്ടുമായിട്ട് വന്നിരിക്കുക. മോശയ്ക്കുള്ള പ്രത്യേകത അല്ല, മോശമാർക്കുള്ള പ്രത്യേകത. ദൈവം തിരിയാൻ പറഞ്ഞാൽ സെക്രട്ടറിയോട് ചോദിക്കില്ല, തിരിഞ്ഞിരിക്കും. ആരും മിണ്ടുന്നില്ല. ദൈവം തിരിയാൻ പറഞ്ഞാൽ തിരിഞ്ഞിരിക്കും. മോശ തിരിഞ്ഞു, ജനത്തോടും തിരിയാൻ പറഞ്ഞു, എല്ലാ എണ്ണവും തിരിഞ്ഞു. പക്ഷെ നിങ്ങൾ കണ്ടോ, ദൈവം പറഞ്ഞ വഴിയിലായിരുന്നു ചെങ്കടൽ. അയ്യോ, ദൈവം അവരോട് എടുക്കാൻ പറഞ്ഞ റൂട്ടിലായിരുന്നു ചെങ്കടൽ. അവരാ റൂട്ടെടുത്ത് തിരിഞ്ഞ് നേരെ പോയി ചെന്ന് പെട്ടത് ചെങ്കടലിന്റെ മുമ്പിലാണ്. അപ്പൊ അത് പോരാട്ടമല്ലേ? അയ്യോ, പോരാട്ടമല്ലേ? എന്തിക്കോസുകാരെ പോരാട്ടമല്ലേ? ആണോ? ദൈവം എന്നോട് എടുക്കാൻ പറയുന്ന വഴിയിൽ ഞാൻ എന്തെങ്കിലും തടസ്സം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സമാണ് എന്റെ വിടുതൽ. Jesus, 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 glory to be God, hallelujah, precious Jesus, hallelujah. Arabakara bahashara darabahasiya halke mama rose behariya raza. ദൈവം പറഞ്ഞ വഴിയിൽ ചെങ്കടൽ. ദൈവത്തിന്റെ അഭിഷിക്തനായ പൗലോസ് സഞ്ചരിക്കുന്ന കപ്പലിൽ ഈശാനമൂലൻ. അവസാനത്തെ പായും പറന്നുപോയി. പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ആശയില്ലാതെയായി പോയി. എല്ലാം കയ്യിൽ നിന്ന് പോയി. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഈശാനമൂലൻ പോരാട്ടത്തിന്റെ കാറ്റല്ല. ദൈവം അടുപ്പിച്ച ഈശാനമൂലൻ പോരാട്ടത്തിന്റെ കാറ്റല്ല. ദൈവം അടുപ്പിച്ച് അവരെ കൊണ്ടെത്തിച്ച വഴി മെലീത്തയുടെ ഉണർവിന്റെ കാറ്റായിരുന്നു. അത് വിശ്വസിക്കുന്ന എത്ര പേർക്ക് പറയാൻ, അത് മെലീത്തയുടെ ഉണർവിന്റെ കാറ്റായിരുന്നു. ഇന്ന് രാത്രിയിൽ ഏതൊക്കെയോ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, തടസ്സങ്ങളുടെ നടുവിൽ എന്നെ കേൾക്കുന്നവരോട് പറയുന്നു, ഈ തടസ്സത്തെ, ഈ പ്രതിസന്ധിയെ എന്റെ ദൈവം തിരിക്കും, 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 തിരിക്കും. ഇതിനെ ഒരു അത്ഭുതമാക്കും. പെട്ടെന്ന് പറയാം, ദൈവം പറഞ്ഞ വഴിയിലായിരുന്നു ചെങ്കടൽ. ചെങ്കടൽ മുമ്പിലെത്തി. ഇനി എന്നെ ശ്രദ്ധിച്ച് കേട്ടോണേ. ഇറങ്ങിത്തിരിച്ചവൻ എങ്ങും എത്തിയില്ല. അവൻ ചെങ്കടലിന്റെ മുമ്പിൽ പെട്ടുകിടക്കുന്നു എന്ന വിവരം ഇതേ ദൈവം പോയി ഫറവോനോട് പറഞ്ഞു. ഈ റാന്നിക്കാരനെ ശ്രദ്ധിക്കണേ ദയവായിട്ട്. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നം ഉണ്ടായതല്ല നമ്മുടെ പ്രശ്നം. ആ പ്രശ്നം അറിയണ്ടാത്തവൻ അറിഞ്ഞതാണ് നമ്മുടെ പ്രശ്നം. ദൈവം ഈ വിവരം പോയി ഫറവോയെ അറിയിച്ചു. ഈ ദൈവം തമ്പുരാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ ജീവിതം. ഇതിൻ്റെ തുടക്കവും നടുക്കവും ഒന്നും നമുക്കൊന്നും പിടികിട്ടുകയില്ല. പക്ഷെ ഇതിൻ്റെ ക്ലൈമാക്സ് ഞെട്ടിക്കും. ഇതിൻ്റെ ക്ലൈമാക്സ് ഞെട്ടിക്കും. ഇത് കർത്താവ് നിന്നോട് അറിയിക്കുന്ന ഒരു ആലോചനയായിട്ട് കൂട്ടിക്കോ. നിനക്കിപ്പോൾ ഒന്നും പിടികിട്ടുകയില്ല, പക്ഷേ നിന്നെ അത്ഭുതപ്പെടുത്തുന്നത് വരുന്നുണ്ട്. സംതിങ് ഈസ് കമ്മിങ്. സംതിങ് ഈസ് കമ്മിങ്. ഇത് ഫറവോയെ അറിയിച്ചു. ഫറവോ പറഞ്ഞു, ഞാൻ അവരെ പിന്തുടരും. ആഹാ, ഇറങ്ങി തിരിച്ചവനെങ്ങും എത്തിയില്ലല്ലേ, പെട്ടുകിടക്കുകയല്ലേ. ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവനെ പിടിക്കും, ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവരെ പിടിക്കും. ദൈവം തമ്പുരാൻ ഹൃദയത്തിൽ പറയുന്നു, നീ അവരെ പിന്തുടരണം, നീ അവരെ പിടിക്കണം, നീ ഇറങ്ങി വരണം. നീ ഇറങ്ങി വരാൻ വേണ്ടിയാണ് ഇതെല്ലാം. നീ ഇറങ്ങി വരാൻ വേണ്ടിയാണ്. നീയും നിന്റെ സൈന്യവും പുറത്തിറങ്ങി വരാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രിയിൽ ദൈവം എന്നോട് എടുക്കാൻ പറയുന്ന വഴിയിൽ തടസ്സങ്ങൾ ഞാൻ അനുഭവിക്കുന്നെങ്കിലും അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറ.
ഇനി കേട്ടെ, ഈ 30 ലക്ഷത്തിലധികം ആൾക്കാരുണ്ട്. 30 ലക്ഷത്തിലധികം ആൾക്കാരുണ്ട്. 1 ലക്ഷം പേര് കൂടുന്ന ആളുകളുടെ മീറ്റിംഗിൽ പങ്കെടുത്തവരുണ്ടോ ഇതിൽ? 1 ലക്ഷം കൈ ഉയർത്തിയേ. ഇല്ലേ? പോട്ടെ, 10,000 പേര് കൂടിയ ആൾക്കാരുടെ മീറ്റിംഗിൽ പങ്കെടുത്തവരുണ്ടോ? പക്ഷേ ആ മീറ്റിങ്ങിന് LED വാൾ ഉണ്ടായിരുന്നോ? TV ഉണ്ടായിരുന്നോ? സൈഡിൽ ഉണ്ടായിരുന്നോ? 10,000 പേര് കൂടുന്ന മീറ്റിങ്ങിൽ 2 LED വാളെങ്കിലും വെച്ചാലേ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചിലടത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ വലിയ LED വാളുകൾ കാണും. ഒരു 25,000 പേരൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 LED വാളെങ്കിലും സൈഡുകളിൽ വെച്ചാലേ കൃത്യമായിട്ട് കാണാൻ പറ്റും. സ്തോത്രം. 1 ലക്ഷം പേര് പാസ്റ്റർ ബെനിഹിനും യോങ്കിച്ചോയും ഒക്കെ വന്ന, ബോംബെയിലൊക്കെ വന്ന മീറ്റിങ്ങുകളിൽ എല്ലാ സ്ഥലത്തും ഒരു 5,000 ആൾക്കാർ ക്രോസ് ചെയ്യുന്ന എല്ലായിടത്തും LED വാളുകൾ വെച്ചിരിക്കുകയായിരുന്നു. കാരണം അല്ലേ കാണാൻ പറ്റുകയില്ല, ഫ്രണ്ട് കാണാൻ പറ്റുകയില്ല. അങ്ങനെയാണേ ഒരു 30 ലക്ഷം പേരുടെ യോഗം എന്ന് ഓർത്തേ. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നു 30 ലക്ഷം ഉണ്ടായിരുന്നു, എന്നാ പോട്ടച്ച ഒരു 15 ലക്ഷം പേരുടെ യോഗം അച്ഛനങ്ങോർക്ക്. ഞാൻ കറക്റ്റ് കണക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 15 ലക്ഷം പേരുടെ യോഗം ഒന്ന് ഓർത്ത് നോക്ക്. അത് ചെറുതാണോ? അപ്പൊ ഫ്രണ്ടിൽ നിൽക്കുന്ന, മുമ്പിൽ നിൽക്കുന്ന കുറെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് മാത്രമേ ചെങ്കടല് കാണാൻ പറ്റൂ. ഈ പുറകെ വരുന്ന ഫറവോനെ ക്യാമറ വെച്ച് LED വാളി കാണിക്കാനുള്ള സിസ്റ്റം ഒന്നുമില്ല. അതുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നവർക്ക് പുറകെ വരുന്ന ഫറവോനെ സൈന്യത്തെ കാണാൻ പറ്റുകയില്ല. ഇത് പുറകെ, ഏറ്റവും പുറകെ നിൽക്കുന്ന ടീമുകൾക്ക് ഫറവോനും സൈന്യവും വരുന്ന കാണാൻ പറ്റൂ. മുമ്പിൽ നിൽക്കുന്നവന് ചെങ്കടല് കാണാം, പുറകെ നിൽക്കുന്നവന് ഫറവോനെ സൈന്യത്തെ കാണാം. ഇതിന്റെ ഇടയ്ക്ക് കുറെ നിരപരാധികൾ നിൽപ്പുണ്ട്, ഇവർക്കൊന്നും കാണാനും മേല. ഹല്ലേലൂയ. പക്ഷേ മുമ്പിൽ ചെങ്കടലാന്നും പുറകിൽ ഫറവോന് സൈന്യമാന്നും നമ്മുടെ ആൾക്കാരായതുകൊണ്ട് നിമിഷ നേരം കൊണ്ട് അറിഞ്ഞു. ആരും മിണ്ടുന്നില്ല. നിമിഷ നേരം കൊണ്ട് മുഴുവൻ ആൾക്കാരും അറിഞ്ഞു, പുറകിൽ ഫറവോന് സൈന്യമുണ്ട്, മുമ്പിൽ ചെങ്കടലുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക കൃപ നമുക്കുണ്ട്. അങ്ങനെ ഒന്ന് അന്യഭാഷയില്ലെങ്കിലും സ്വോത്രകാഴ്ച ഇടുകയില്ലെങ്കിലും അങ്ങനെ ഒരു പ്രത്യേക ഗ്രേസ് ഓഫ് ഗോഡ് നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. കൈയൊന്നും പൊക്കണ്ട, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എന്നാൽ നല്ല കാര്യം വല്ലതും പറയുമോ? അതുമില്ല. സ്തോത്രം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഫറവോന് സൈന്യം ഇറങ്ങി വന്നു. തന്റെ ജനമായ ഇസ്രായേലിന് ദൈവം കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ രണ്ടാക്കി. ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വഴി തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം തുറന്നു. ഞാൻ ഒരു പ്രൊഫറ്റിക് വേർഡ് ഞാനിവിടെ റിലീസ് ചെയ്യുകയാണ്. ഇതുവരെ ഞാൻ ഈ മെസ്സേജ് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു വാക്ക് ഇവിടെ നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തരികയാണ്. ദൈവം എന്നോട് എടുക്കാൻ പറയുന്ന വഴിയിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത മറ്റൊരു വഴിയുണ്ട്. ഒന്നുകൂടെ പറയാം. ദൈവം എന്നോട് എടുക്കാൻ പറയുന്ന വഴിയിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത മറ്റൊരു വഴി ഒളിച്ചിരിപ്പുണ്ട്. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഒരു നാവിഗേറ്ററിലും ഇല്ലാത്ത, ഒരു ഗൂഗിൾ മാപ്പിലും ഇല്ലാത്ത അത്ഭുതത്തിൻ്റെ വഴി, ഞാൻ കണ്ടിട്ടില്ലാത്ത, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അത്ഭുതകരമേറിയ ഒരു വഴി ദൈവ വഴിയിൽ നിൽക്കുന്ന നിന്റെ മുൻപിലുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ കർത്താവിന് നന്ദി പറ. എനിക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കുന്നു പ്രിയപ്പെട്ടവരെ. വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവം എടുക്കുവാൻ പറഞ്ഞ വഴിയുമുണ്ട്, ദൈവം എടുക്കരുതെന്ന് പറഞ്ഞ വഴിയുമുണ്ട്. ദൈവം എടുക്കരുത് എന്ന് പറഞ്ഞ വഴി എടുത്താൽ അവർക്ക് അയ്യോ കഷ്ടം. ദൈവം എടുക്കാൻ പറഞ്ഞ വഴി എടുത്താൽ തടസ്സമുണ്ടെങ്കിലും ആ വഴിയുടെ ക്ലൈമാക്സ്, ആ വഴിയുടെ അവസാനം നിന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറമായിരിക്കും. തമ്പുരാൻ നിന്നോട് പാരമ്പര്യങ്ങളെ വിട്ടിറങ്ങാൻ പറഞ്ഞാൽ, തമ്പുരാൻ നിന്നോട് സ്നാനപ്പെടാൻ പറഞ്ഞാൽ,
രക്ഷിക്കപ്പെടുവാൻ ആവശ്യപ്പെട്ടാൽ, നീ കർത്താവിലേക്ക് തിരിയാൻ ആവശ്യപ്പെട്ടാൽ, നീ പള്ളിയോ പട്ടമോ കുടുംബമോ തിരുമേനിയോ അച്ഛനോ കപ്പ്യാരോ ഈ ലോകത്തിലെ പദവിയോ മനുഷ്യനെയോ നോക്കരുത്. അതിനകത്ത് മറഞ്ഞിരിക്കുന്ന മറ്റൊരു വഴിയുണ്ട്. അത് നിത്യതയിലേക്കുള്ള വഴിയാണ്. അത് നിത്യജീവന്റെ വഴിയാണ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാൻ പോവാണ്. യേശു പറഞ്ഞു, ഐ ആം ദി വേ, ഞാൻ വഴിയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, രക്ഷിക്കപ്പെടാൻ ഉള്ള വഴി ആരാണ്? രക്ഷിക്കപ്പെടാനുള്ള വഴി ഏതാണ്? ഇനി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാം? പ്രത്യേകിച്ച് ഞാനത് ചോദിച്ചതിൻ്റെ കാരണം, ഞാനൊരു കഴിഞ്ഞ വർഷം ഞാൻ UAE ഒരു മീറ്റിങ്ങിന് പോയി. ഞങ്ങളുടെ ചർച്ച അവിടെ ഉണ്ട്. അവിടുത്തെ ഞങ്ങളുടെ പാസ്റ്റർ ഒരു ഫാമിലി, ഒരു രോഗിയായിട്ടുള്ള ഒരു അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദുബായിൽ ഒരു ഫ്ലാറ്റിൽ എന്നെ വിളിച്ചോണ്ട് പോയി. ഞാൻ ഈ ഫ്ലാറ്റിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന സമയത്ത് ആ ഫ്ലാറ്റിലെ പ്രിയ ആൻറ്റിയും അച്ഛനും മക്കളും എല്ലാം ഈ അടുത്ത ഫ്ലാറ്റുകളിലുള്ള എല്ലാവരോടും പോയി പറഞ്ഞു, ഉച്ചയ്ക്ക് ഇന്ന് 3 മണി, എനിക്ക് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്, രാവിലത്തെ സെഷൻ കഴിഞ്ഞാൽ പോയാൽ, ഉച്ചയ്ക്ക് ഇന്ന് 3 മണിയാകുമ്പോൾ ടിനു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരികയാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കുള്ള ആളുണ്ട്. ഹല്ലേലൂയ. അപ്പം ഞാനും എൻ്റെ കൂടെ ഒരു പാസ്റ്ററുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം ഒറ്റ ചർച്ചിൽ പോകുന്നവരാണ്. ഈ വന്നുകൂടിയിരിക്കുന്നവരെല്ലാം ഒരേ ചർച്ചിൽ പോകുന്നവരാണ്. ഈ കുടുംബം മാത്രം നമ്മുടെ ചർച്ചിൽ വരുന്നതാണ്. ഞാൻ ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ചായ കുടിച്ചേച്ചേ പോകാമെന്ന് പറഞ്ഞു. ചായ കുടിക്കാൻ അവിടെ ഇരുന്നപ്പോൾ അവിടെ കൂടി വന്ന് നിന്നവരോടൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ എവിടാ പോകുന്നത്, ഏത് ചർച്ചിലാണ് പോകുന്നത്? അപ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, 10 വർഷമായിട്ട് ഞാൻ ഇൻഡിപെൻഡൻറ്റ് ചർച്ചിലാണ് പോകുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളോ? ഞാനും അവിടെ തന്നെ 4 കൊല്ലമായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഈ 10 വർഷമായിട്ട് ഇൻഡിപെൻഡൻറ്റ് ചർച്ചിൽ പോകുന്ന ആ കൂട്ടായ്മയിൽ പോകുന്ന, ദുബായിലെ കൂട്ടായ്മയിൽ പോകുന്ന ആ സഹോദരിയോട് ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഞാനൊരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ, ഒരു മർത്തോമ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ആളെന്ന നിലയിൽ ഞാൻ ഇങ്ങനെ നോർമലി ചോദിച്ചു, നിങ്ങളെ സഹോദരി, അവർ ഹൈന്ദവ സഹോദരിയാണ്. ഞാൻ ചോദിച്ചു, സഹോദരി, നിങ്ങൾ രക്ഷിക്കപ്പെടാനുള്ളതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു. എന്തുവായിരുന്നു നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരാനുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ആ സഹോദരി പറഞ്ഞു, ഞങ്ങൾ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ വയറിൻ്റെ ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു, അത്ഭുതകരമായ സൗഖ്യം. ഞാൻ പറഞ്ഞു, സൗഖ്യം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, നിങ്ങൾ രക്ഷിക്കപ്പെടാനുള്ളതിൻ്റെ കാരണമാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതല്ലേ? എന്താ? അപ്പം ഇവരെന്നോട് തിരിച്ചു ചോദിക്കുകയാണ്, ഈ 10 വർഷം വിശ്വാസിയായ ഒരു സഭയിൽ ആരാധിക്കാൻ പോകുന്ന ഈ സഹോദരി തിരിച്ചു ചോദിക്കുകയാണ്, പാസ്റ്റർ എന്തുവാ ഉദ്ദേശിക്കുന്നതെന്ന്. വല്ലതും പിടി കിട്ടിയോ? രക്ഷിക്കപ്പെടാനുള്ള വഴി ക്രിസ്തുവാന്ന് പറഞ്ഞപ്പോൾ പലരും ഇവിടെ മിണ്ടാതിരുന്നപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സ്തോത്രം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ, ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ, പരിശുദ്ധാത്മാവോ, അങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുഴ മാറിയതല്ല രക്ഷ. നിങ്ങൾക്ക് കാഴ്ച കിട്ടിയതും ക്യാൻസർ പോയതും അല്ല രക്ഷ. രക്ഷിക്കപ്പെടുന്നത് അതല്ല. വിശുദ്ധ തിരുവെഴുത്തിനകത്ത് റോമർ 10:9 പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു, രക്ഷയ്ക്കായി വായ് കൊണ്ട് ഞാൻ ഏറ്റു പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 4:12, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. രക്ഷിക്കപ്പെടാൻ റാന്നി പട്ടണമേ, പ്രിയ ദൈവജനമേ, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് മർത്തോമ സഭ എന്ന വഴിയല്ല, അത് ഓർത്തഡോക്സ് സഭ എന്ന വഴിയല്ല, അത് കത്തോലിക്ക സഭ എന്ന വഴിയല്ല, അത് പെന്തിക്കോ സഭ എന്ന വഴിയല്ല, അതൊരു മതത്തിൻ്റെ വഴിയല്ല. ആ ഏക വഴി ക്രിസ്തുവാകുന്ന വഴിയാണ്. ആ ഏക വഴി യേശുവാകുന്ന വഴിയാണ്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തവർ, രക്ഷാ നിർണയം പ്രാപിച്ചവർ, ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. എന്റെ ചോദ്യം, പാപവിമോചനത്തിന്റെ വഴി ഏതാണ്? പാപവിമോചനത്തിന്റെ വഴി ഏതാണ്? ഏറ്റവും വലിയ അത്ഭുതം പാപവിമോചനമാണ്. ഇന്ന് രാത്രി രോഗികളുണ്ടോ ഇവിടെ? രോഗസൗഖ്യത്തിന് വന്നവരാരേലും ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ,
നിങ്ങൾക്ക് വേണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി പേര് സൗഖ്യമാവുന്നുണ്ടായിരുന്നു. ആൾക്കൂടെ ആർക്കും സൗഖ്യം വേണ്ട. സോദരം ഒന്ന് പ്രതികരിച്ചേ. സാമുവേലായി മാറിയത് എങ്ങനെയാണെന്നറിയാവോ? ഏലി സാമുവേലിനോട് പറഞ്ഞു കൊടുത്തു, എൻ്റെ പൊന്നു മോനെ, ഇനി നീ ശബ്ദം കേട്ടാൽ മിണ്ടാതിരിക്കല്ലേ, പ്രതികരിക്കണം. അടിയൻ ഇതാന്ന് പറയണം, അല്ലെ പഴയ അവസ്ഥയെ തുടരേണ്ടി വരും. പ്രതികരിച്ചാൽ നീ പുതിയ ഒരാളായി മാറും. ഈ പഴയ അവസ്ഥയിൽ തുടരണ്ടെങ്കിൽ പ്രതികരിക്കണം. അതിന് സാമുവേൽ ആണെങ്കിലും തോമസ് ആണെങ്കിലും ഒന്ന് ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഗ്ലോറി! പാപവിമോചനത്തിന്റെ വഴി കർത്താവല്ലേ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം അതാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതം അതാണ്. വേറെ എല്ലാം മനുഷ്യർക്കും ചെയ്യാൻ പറ്റുമെന്നേ. ഈ എല്ലാവരും യേശുവിനെ അംഗീകരിക്കേണ്ടതായ, എല്ലാവരും അവനിൽ വിശ്വസിക്കേണ്ടതായ കാരണം എന്നാ? എന്തുകൊണ്ട് എല്ലാവരും യേശുവിൽ വിശ്വസിക്കണം? കാരണം വേദപുസ്തകം പറയുന്നു, എല്ലാവരും അവനിൽ വിശ്വസിക്കേണ്ടതിൻ്റെ കാരണം എല്ലാവരും പാപികളാണ്. പാപികൾക്കൊറ്റ രക്ഷകനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. റോമർ 6:22-23 ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൻ. ഈ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ട്, പറഞ്ഞോട്ടെ. നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ട്. ഈ കണ്ണി കാണുന്നവനെ എല്ലാം കയറി ദൈവദാസനെ എന്ന് വിളിക്കും. ആരും മിണ്ടുന്നില്ല. ഞാൻ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ചിലരോട് പറഞ്ഞോട്ടെ, ഇവരെല്ലാം ചിലർ അഭിഷിക്തനെ എന്തുകൊണ്ട് വിശേഷം, കാണുന്നവനെ എല്ലാം. ഇന്നലെ പൊടി വലിച്ചേച്ച് വന്നവനെ അഭിഷിക്തനും. ആരും മിണ്ടുന്നില്ല. അഭിഷിക്തനെ എന്തുകൊണ്ട് വിശേഷം? എന്ത് ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണി കണ്ടവരെല്ലാം അഭിഷിക്തന്മാരാണോ? ചുമ്മാ പഠിപ്പോഴും ദൈവദാസനെ എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നു? ദൈവദാസനോ? ആരാണ് ദൈവദാസൻ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുകയാൽ. പാപത്തിൽ കിടക്കുന്നവൻ ദൈവദാസനാണോ? വിശുദ്ധന്മാരെ വിളിക്കേണ്ട പേരാണ് ദൈവദാസൻ. ദൈവം അഭിഷേകം ചെയ്തവനെ നോക്കി വിളിക്കണം അഭിഷിക്തൻ. ആരും മിണ്ടുന്നില്ല. സഭയെ നയിക്കുന്ന ഇടയനെ നോക്കി വിളിക്കണം പാസ്റ്റർ. ആരും മിണ്ടുന്നില്ലല്ലോ. പാസ്റ്റർ എന്ന് പറഞ്ഞ ഇടയനെന്നാ. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ആളിനെ നോക്കി വിളിക്കണം ബ്രദർ, സ്റ്റുഡന്റ്. യു ആർ ദ ബ്രദർ, യു ആർ ദ സ്റ്റുഡന്റ്, യു ആർ നോട്ട് എ പാസ്റ്റർ. ദൈവത്തിന്റെ സഭയിൽ പ്രോട്ടോകോൾ ഉണ്ട് ഇല്ലേ? ആഹാ, പിന്നെന്താ ബൈബിൾ പറഞ്ഞ? ദൈവം തന്റെ സഭയിൽ ഒന്നാമത് അപ്പോസ്തലൻ, രണ്ടാമത് പ്രവാചകൻ. അപ്പൊ പ്രോട്ടോകോൾ ഇല്ലേ? നിങ്ങൾക്കില്ല, ദൈവത്തിനുണ്ട്. ആത്മാവിൽ പ്രവചിക്കുന്നവനെ നോക്കി, ജനത്തിന് പാപബോധം വരുത്തുന്നവനെ നോക്കി, അവന്റെ ഹൃദയ രഹസ്യങ്ങളെ എങ്ങും ഇതൂടെ ശ്രദ്ധിച്ചു കേട്ടോണം. എങ്ങും എഴുതപ്പെടാത്ത, ഫേസ്ബുക്കിലൊന്നും എഴുതി വെച്ചിട്ടില്ലാത്ത, വിക്കിപീഡിയക്കകത്തില്ലാത്ത, എങ്ങും രേഖപ്പെടുത്തി വെച്ചിട്ടില്ലാത്ത അവന്റെ ഹൃദയത്തിനകത്തുള്ള ഹൃദയ രഹസ്യത്തെ വെളിപ്പെടുത്തിയവനെ നോക്കി വിളിക്കണം പ്രവാചകൻ. അല്ലാതെ യൂട്യൂബിനകത്തുനിന്ന് കേട്ടെടുത്ത് ഡൗൺലോഡ് ചെയ്ത് എന്ന് പറഞ്ഞവനെ അല്ല. ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവനെ നോക്കി വിളിക്കണം പ്രവാചകൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലല്ല, ഇന്ന് കുറച്ചു പേർക്ക് എന്നോട് അസ്വസ്ഥതയുണ്ട് ഇവിടെ. എനിക്കതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണ്. കാരണം എനിക്ക് മീറ്റിംഗ് വേണ്ട, എനിക്ക് ഇഷ്ടം പോലെ മീറ്റിംഗ് ഉണ്ട്. അച്ഛൻ എൻ്റെ ചർച്ചിൻ്റെ തന്നെ യോഗത്തിന് പോകാനുള്ള നേരെയില്ലാതെ നടക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ബന്ധിക്കോസുകാരെന്നെ
സന്തോഷിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് നാളെയും പ്രോഗ്രാം ഉണ്ട്. ആരും മിണ്ടുന്നില്ലല്ലോ. ഉള്ള കാര്യം എന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ ഇവിടെ. എന്താ പ്രവാചകന്റെ പ്രത്യേകത? എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ പാപിയായ ഒരുത്തൻ, അവിശ്വാസിയായ ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുമ്പോൾ അവനിൽ പാപബോധമുണ്ടാകും. ദൈവം എന്നെ അറിയുന്നു എന്നുള്ള ബോധ്യമുണ്ടായി അവൻ കമന്നു വീണിട്ട് പറയും, ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ഒരു പ്രവാചകൻ, ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു പ്രവാചകൻ, ഒരു തമിഴൻ, ഒരു പ്രവാചകൻ എന്നോട് പ്രവചിച്ചു. എൻ്റെ വീട്ടുപേര് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞു, എൻ്റെ അമ്മയുടെ പേര്. ഞാനിതൊക്കെ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. ചിലപ്പോൾ എനിക്കും വെളിപ്പെടാറുണ്ട്, ചിലപ്പോൾ ഞാനും പറയാറുണ്ട്. ഞാൻ ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിക്കുന്നു, ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നു. ഈ പുള്ളി എൻ്റെ പേര്, അപ്പം ഞാൻ ഈ പുള്ളിയെ കാണാൻ ചെല്ലുന്നുണ്ട് എന്ന് നേരത്തെ അവിടുത്തെ സഹോദരൻ ഇദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു. ഈ തമിഴ് സഹോദരനോട് എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു. ഞാൻ ചെന്നപ്പോൾ എൻ്റെ പേര്, എൻ്റെ അമ്മയുടെ പേര്, അപ്പൻ്റെ പേര്, ഭാര്യയുടെ പേര്, എൻ്റെ മക്കളുടെ പേരെല്ലാം പറഞ്ഞു. അപ്പുറത്തിരിക്കുന്ന ആളിങ്ങനെ ഭയങ്കരമായിട്ട് കൈയടിക്കോ, കമോൺ മാൻ ഓഫ് ഗോഡ്. ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പുള്ളിയോട് ചോദിച്ചു, ഇതെല്ലാം എഴുതപ്പെട്ട സാധനമാണ്, ഇത് ഗൂഗിളിനകത്ത് കിടപ്പുണ്ട്, എഴുതപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ഡോക്യുമെന്റ് ആകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഇന്ന് രാത്രിയിൽ പുകവലിക്കുന്നവൻ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, മദ്യപാനി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, വ്യഭിചാരം ചെയ്യുന്നവൻ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, പ്രൊണോഗ്രഫി കാണുന്നവൻ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഇതെല്ലാം കണ്ടു കേട്ട് പാപത്തിൽ കുളിച്ചിട്ട് ഒരു കൂസലുമില്ലാതെ ഞായറാഴ്ച വന്ന് തിരുവത്താഴം എടുക്കുന്നവൻ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിന്നോടുള്ള സന്ദേശമാണ്, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. പാപമോചനത്തിന്റെ വഴി എന്താ? യേശുക്രിസ്തു. ദൈവം പ്രാർത്ഥന കേൾക്കാനുള്ള വഴി ഏതാ? ദൈവം പ്രാർത്ഥന കേൾക്കാനുള്ള വഴി ഏതാ? വായിച്ചു 1 തീമോഥെയോസ് 2:5. 1 തീമോഥെയോസ് 2:5. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത ക്രിസ്തുവേശു തന്നെ. ദൈവം ഒരുവനല്ലോ. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. കൈ കൊടുത്ത് പറഞ്ഞേ, പലതില്ല. ദൈവം ഒന്നേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അത് തന്നെ താൻ ജീവനെ മറുവിലയായി കൊടുത്ത ക്രിസ്തുവേശു തന്നെ. മക്കളെ, പ്രാർത്ഥന സ്വർഗത്തിലെത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഏക മധ്യസ്ഥനേ ഉള്ളൂ. അത് യേശുവാകുന്ന മധ്യസ്ഥനാണ്. എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും. കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴിയോ? യേശു. നീതീകരണം പ്രാപിക്കാനുള്ള വഴിയോ? യേശു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള വഴിയോ? ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും, 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 ഒഴുകും. ഞാൻ നോക്കുമ്പോൾ ഏക വഴി, ഏക സത്യം, ഏക ജീവൻ യേശുവാണ്. നോ അതർ വേ, നോ അതർ വേ, only one way, only one way to heaven. That name is Jesus. Only one way to receive the salvation. That name is Jesus. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ.
ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് വാതിലാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ എൻ്റെ മുമ്പിൽ നേരമില്ല. ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കൈകളെ ഉയർത്തിപ്പിടിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ശാരീരികമായി യേശു സൗഖ്യമാക്കും. ജീസസ് ഹീൽസ് യു. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ബ്രദറെ യേശു സൗഖ്യമാക്കുമെന്ന് ബ്രദറിന് എങ്ങനെ അറിയാം, പാസ്റ്ററിന് എങ്ങനെ അറിയാം? ഉറപ്പായും ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ സൗഖ്യം. ദൈവം സംസാരിക്കുമോ? എങ്ങനെ അറിയാം? എന്നോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്കറിയാം. എനിക്ക് കർത്താവിൻ്റെ ശക്തി അറിയാം. ഞാൻ അവനെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞവനാണ്. ഇന്ന് രാത്രി ആ സൗഖ്യത്തിനായി വിടുതലിനായി ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ചില മിനിറ്റുകൾ ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. ശബ്ദം ഉയർത്തി അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓ വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവിനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആ കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാ കണ്ണുകളും അടച്ചു. എല്ലാ കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു. അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിൽ അത്ഭുതകരമേറിയ ദൈവീയ ഇടപെടൽ ഉണ്ടാകുക. പാപബോധങ്ങൾ ഉണ്ടാകട്ടെ. നിന്റെ വഴി കർത്താവിൽ ഫലമേൽപ്പിച്ച് അവൻ തന്നെ ആശ്രയിച്ചു. ഹീലിംഗുകൾ ഉണ്ടാകട്ടെ, ഹീലിംഗുകൾ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ രക്ഷിക്കപ്പെടുവാനുള്ള വഴി യേശുവാണ്. നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴി യേശുവാണ്. പ്രാർത്ഥന സ്വർഗത്തിലെത്തുവാനുള്ള വഴി യേശുവാണ്. സ്വർഗത്തിലേക്കുള്ള വഴി യേശുവാണ്. രക്ഷിക്കപ്പെടുവാനുള്ള വഴി യേശുവാണ്. കണ്ണുകളെല്ലാം അടഞ്ഞിരിക്കുമ്പോഴേ കർത്താവേ, എൻ്റെ ജീവിതത്തെ ഞാൻ നിന്റെ വഴിയിലേക്ക് തിരിക്കുകയാണ്. ദൈവമേ, ഞാൻ നിന്നിലേക്ക് തിരിയുകയാണ്. കർത്താവേ, ഞാൻ നിന്നിലേക്ക് തിരിയുകയാണ്. ഞാൻ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവിതം ശുഭമാകാൻ, എൻ്റെ ശുഭകാലം നിലനിൽക്കാൻ, എൻ്റെ ജീവിതം നന്നായിരിക്കാൻ ഞാൻ നിൻ്റെ വഴിയിലേക്ക് തിരിയുക. കർത്താവേ, നീ എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിൻ്റെ ആലോചന എനിക്ക് പറഞ്ഞു തന്നെ നടത്തണമേ. പിന്നത്തേതിൽ നീ എന്നെ കൈക്കൊള്ളണമേ. കർത്താവേ, നിൻ്റെ വഴിയിലേക്ക് ഞാൻ തിരിയുന്നു. എനിക്ക് സ്നാനപ്പെട്ട് എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം. സ്നാനപ്പെടുന്നത് മതത്തിൽ ചേരാനല്ല, സ്നാനപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ കൂടെ ചേരാനാണ്, ക്രിസ്തുവിനെ ധരിക്കാനാണ്, ദൈവ വഴിയിൽ ജീവിക്കാനാണ്. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അഭിമാനത്തോടെ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് ഉയർത്തണം, നന്നായിട്ട് ഉയർത്തണം. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണം. അവരുടെ കൈ ഉയർത്തുന്നത് മേളിലും താഴെയും നന്നായിട്ട് ഉയർത്തണം, നന്നായിട്ട് ഉയർത്തണം. ആ കൈ ഉയർന്നിരിക്കട്ടെ. സിസ്റ്റർ, ബ്രദർ, ആ കൈ ഉയർന്നിരിക്കട്ടെ. മക്കളെ, നിങ്ങൾ മേളിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം, സൈഡിലാണ് നിൽക്കുന്നതെന്ന് അറിയാം. പക്ഷേ എനിക്ക് നിങ്ങളുടെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് പെട്ടെന്ന് ഓടി വന്നേ. നീ വന്നോ, 1 മിനിറ്റ് മതി, പെട്ടെന്ന് ഇനി വരാം. ആ കൈ ഉയർത്തി ഉറഞ്ഞ് മുന്നോട്ട് വന്നേ. മോനെ, ഇനി മുന്നോട്ട് വന്നേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കൈ ഉയർത്തിയവരെല്ലാം അതൊരു ബുദ്ധിമുട്ടല്ല, അതൊരു തടസ്സമല്ല, അതിനൊരു തടസ്സമായി കാണല്ല. പെട്ടെന്ന് മുന്നോട്ട് വന്നേ, പെട്ടെന്ന് മുന്നോട്ട് വന്നേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കും, ഇത്രയും പാസ്റ്റർമാരിരിക്കുന്നതിൻ്റെ മുമ്പിൽ എന്തിനാ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ആ തീരുമാനം എടുത്തവർ മുന്നോട്ട് വരണം. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ മുന്നോട്ട് വന്നേ. ദൈവമേ,
അങ്ങേ സ്ഥാപിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. സഹോദരന്മാർ കൈയ്യത്ത് വേഗത്തിൽ അവിടെ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. നിൻഹിതം പോലെന്നെ നടത്തണേ. ഞാൻ പോകേണ്ടുന്ന വഴി പോകേണ്ട വഴി എന്നെ കാണിക്കണേ. പോകണ്ടാത്ത വഴി എന്നെ കാണിക്കല്ലേ. നിൻഹിതം പോലെന്നെ നടത്തണേ. ഞാൻ പോകേണ്ട വഴി പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ഓ കൂരിരുളായാലും മോനെ നിന്റെ ജീവിതത്തെ തിരിക്കാൻ, മോനെ നിന്റെ ജീവിതം എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവിതത്തെ നിനക്ക് തരുന്നു. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്തിൽ എന്നെ കഴുകണമേ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. എൻ്റെ ശരീരത്തെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ പ്രാണനെയും യേശുവേ ഞാൻ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങയ്ക്കായി നൽകുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാമോ? ഞാൻ സമയം മുന്നോട്ട് പോയി എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ ഒരിക്കൽ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷൻ 2019 പ്രസംഗിക്കുമ്പോൾ അന്നത്തെ മീറ്റിങ്ങിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റിയില്ല. സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന വി എ തമ്പിച്ചായൻ, അന്ന് ബിജുച്ചാനും വി എ തമ്പിച്ചാനും വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ മറിയാമ്മ അകത്തേക്ക് കൊണ്ടുപോയി കഞ്ഞി വിളമ്പി മുമ്പിൽ വെച്ചിരിക്കുമ്പോൾ തമ്പിച്ചാൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്താ ഇന്ന് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞേ? ഞാൻ പറഞ്ഞു, അപ്പോസ്തലനെ, എനിക്കിന്ന് പ്രാർത്ഥിക്കാനുള്ള നേരമില്ലായിരുന്നു. പിന്നെ ഞാൻ അതിനോട് ശ്രദ്ധിച്ചില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ദൈവം നിങ്ങളെ ഇത് ഏൽപ്പിച്ചതാ. ഏൽപ്പിച്ചവർക്കേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. തമ്പിച്ചാൻ എന്നോട് പറഞ്ഞ വാക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ആ ജനറൽ കൺവെൻഷനിൽ ഇത് ദൈവം പാസ്റ്റർ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. ദൈവം ഏൽപ്പിച്ചത് ചെയ്യണം. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിലൂടെ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തേക്കൊന്ന് കൈവച്ചേ. പ്രയാസമുള്ളവർ പ്രയാസമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ചേ. വേദനയുള്ളവർ ആ വേദനയുള്ള ഭാഗത്തേക്കൊന്ന് കൈവച്ചേ. യേശുവേ, ഈ സെക്കൻഡിൽ അങ്ങയുടെ ശക്തി ഇവരിൽ വ്യാപരിക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവേ, ട്യൂമറുകൾ ഹീലാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഷോൾഡർ പെയിനുകൾ ഹീലാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കണ്ണിനകത്ത് വിടുതൽ നടക്കട്ടെ കർത്താവേ. ചെവികൾ തുറക്കപ്പെടട്ടെ. മൈറ്റി നെയിം ഓഫ് ജീസസ്. Lord, do the miracle, Father God. Heal them, Lord, in the name of Jesus. Oh, kaka Zelebrahazia. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും തലമുറകളില്ലാത്ത ദമ്പതികളെ ഇന്ന് രാത്രി സ്വർഗം സന്ദർശിക്കുന്നു.
രാത്രി സ്വർഗം സന്ദർശിക്കുന്നു. വർഷങ്ങളായി നിൽക്കുന്ന മുട്ടിന്റെ വേദനകൾ, വർഷങ്ങളായി നിൽക്കുന്ന അസ്ഥിയുടെ വേദനകൾ, വർഷങ്ങളായ ശാരീരിക ബുദ്ധിമുട്ടുകൾ യേശുവിൻ ആടിപ്പിണരാൽ സൗഖ്യമാകട്ടെ. പരിപൂർണമായ വിടുതൽ നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. സൗഖ്യത്തിന്റെ വഴിയാകുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ അവിടുത്തെ ജനത്തെ സൗഖ്യമാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ഞാൻ ഈ മോനെ നോക്കുമ്പോൾ കർത്താവ് അവനിൽ ഇന്ന് രാത്രിയിൽ ഒരു വലിയ വിടുതൽ അയച്ചിരിക്കുകയാണ്. ഈ മകനെ നിങ്ങൾ നോക്കുമ്പോൾ അവൻ പൊട്ടിക്കരയുന്നത് നിങ്ങൾക്ക് കാണാം. കർത്താവിൻ്റെ കരം ഇന്ന് ആ മകനെ ആഴമായി സ്പർശിക്കുകയാണ്. ഇങ്ങനെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി സൗഖ്യങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഒത്തിരി ഹീലിങ്ങുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, അടുത്ത ദിവസങ്ങൾ ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന കൈവേദന ഉണ്ടാകത്തില്ല, ഇവിടെ കൊണ്ടുവന്ന ബാക്ക് പെയിൻ കാണത്തില്ല. ആ പഴയ ബുദ്ധിമുട്ട് അടുത്ത മണിക്കൂർ തൊട്ട് അനുഭവിക്കാതെ ഇരിക്കുമ്പോൾ ഓർത്തോണം ഈ പ്രാർത്ഥന. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം.